ഇത് നവരാത്രി കാലങ്ങളില് ബ്രാഹ്മണ ഗൃഹങ്ങളില് ഈ നവരാത്രി എല്ലാ ദിവസവും ബൊമ്മക്കൊലു എന്നൊരു വിശേഷ പൂജകൾ ഉണ്ടാവും. ഇത് രാവിലെ ഉച്ചക്ക് വൈകുന്നേരം 3 നൈവേദ്യങ്ങൾ വെച്ചിട്ട് ഉള്ള ദേവനെ പ്രീതിപ്പെടുത്തുന്ന ഒരു പൂജയാണ് ബൊമ്മക്കൊലു. ഇത് ബൊമ്മക്കൊലിന്റെ വിശേഷങ്ങളുണ്ട്. ഇത് മരത്തിന്റെ ബൊമ്മകൾ, ഇതിനെ മരപ്പാച്ചി എന്നാണ് നമ്മുടെ ഭാഷയിൽ പറയാ. മരപ്പാച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ അച്ഛന്റെ കാലത്ത് കൈമാറി വരുന്നത്. ഇത് ഏകദേശം ഒരു 200 വർഷം പഴക്കമുള്ള എന്റെ ഫാമിലി 200 വർഷം പഴക്കമുള്ള ഒരു ബൊമ്മയാണ് മരപ്പാച്ചി. ഇത് ഭയങ്കര പ്രാധാന്യമാണ് ഈ ബൊമ്മക്കൊലിന്. അതുപോലെ ഈ കുംഭം വയ്ക്കുന്ന ചടങ്ങ്. പിന്നെ ഓരോ കൺസെപ്റ്റ് ഉണ്ട്. ഇതുകൊണ്ട് അഷ്ടലക്ഷ്മി ഇത് നമ്മുടെ ദശാവതാരം അതിന്റെ ചടങ്ങ്. പിന്നെ ഗണപതി, ഇങ്ങനെ ഓരോ ദൈവങ്ങളും ഈ നരസിംഹം, എല്ലാ ദൈവങ്ങളും. ഇവൻ നമ്മുടെ പഴയ കാലത്ത് ചെട്ടിയാർ ചെട്ടിച്ചി ബൊമ്മകൾ, പഴയ ബിസിനസ്സുകാരെ ചെട്ടിയാരെന്നൊക്കെ പറയും, അവരെ ബൊമ്മ അടക്കം ഇതിൽ ഉണ്ടാവും. മുത്തപ്പൻ, നമ്മുടെ നാട്ടിലെ മുത്തപ്പൻ വരെ ഇതില് സാധനം പിടിച്ചിട്ടുണ്ട്. ഈ ബൊമ്മക്കോലു എന്ന് പറഞ്ഞത് 7 ദിവസം നവരാത്രി കാലങ്ങൾ വൈകുന്നേരം പൂജ വെച്ച് കഴിഞ്ഞ് ഒരു വീട്ടിൽ വരുന്ന ലേഡീസിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയാം. അവർ വന്ന ഓരോ ദിവസവും ഓരോ ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസം ധാന്യങ്ങളാണ് പ്രസാദമായിട്ട് കൊടുക്കുക. അതില് ആ എല്ലാ ദിവസവും കഴിഞ്ഞാലും ഒരു ആരത്തി എടുത്തിട്ട് ഇതിനെ ബൊമ്മക്കോലു കഴിഞ്ഞ നെക്സ്റ്റ് ഡേ ഇത്ര ദിവസവും ഈ ദൈവങ്ങൾ ഇരുന്നിട്ടുള്ളത്. ഇതിനെ ഒരു ദിവസം നമ്മൾ ഉറക്കും, കടത്തി മരപ്പാച്ചിനെ ഉറക്കിയ ശേഷം നെക്സ്റ്റ് ഡേ ആണ് ബൊമ്മക്കൊലു ഇത് ക്ലോസ് ചെയ്യുക. ഇതിന്റെ ഒരു കൺസെപ്റ്റ് നമ്മള് നവരാത്രിന്റെ കൺസെപ്റ്റ് പ്രകാരം ദൈവം നമ്മുടെ മഹിഷാസുരനെ മർദ്ദിച്ച ശേഷം ഈ അവരെ വിജയം ആഘോഷിക്കാൻ എല്ലാ ദൈവങ്ങളും ഈ വീടുകളിൽ വന്നിരുന്ന് അവരെ വിജയം ആഘോഷിക്കുന്ന ഒരു ഐതിഹ്യം കൂടി ഇതിലുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് പറയാനായിട്ട്